ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 3. അപ്പോൾ കുട്ടി എണീറ്റതിന് ശേഷം നമുക്ക് പുറത്ത് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ രാവിലെ ഫസ്റ്റ് കോഫി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, സമയം 11 മണിയായി. അപ്പോൾ നമ്മൾ ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രഞ്ചിന് നമ്മൾ വീണ്ടും ആദ്യം പ്രാവശ്യം പോയി പരാജയപ്പെട്ട കൊറമണ്ടൽ ഇവിടുത്തെ ഫേമസ് ആണല്ലോ. സോ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടി കഴിച്ചു. കുട്ടി ഓട്സും ബനാനയും കഴിച്ചു. അപ്പോൾ കുട്ടിയുടെ കാര്യം സെറ്റാണ്. അതാണ് ലേറ്റ് ആയത്. നമ്മൾ ആക്ച്വലി എത്തി. നമ്മൾ നോക്കാം. ഇതാണ് ആംബിയൻസ് എടുത്ത പട്ടിക്കുട്ടി. എനിക്കിങ്ങനെ മുകളിലേക്ക് പോവാം. നമ്മളൊരു ഐസ് കോഫി, ന്യൂട്ടെല്ല കോഫി ഫ്രാപ്പ് പറയുന്നുണ്ട്. ആൻഡ് ഡെസേർട്സ് പിന്നെ നോക്കാം. പിസ്സയിലൊരു റോസ്റ്റഡ് ഗാർലിക് ചിക്കൻ പിസ്സ. ഇതാണ് ഇപ്പോൾ പ്ലാൻ. ഇപ്പോൾ വേറെ ഒന്നുമില്ല. പാസ്ത ഒക്കെ പിന്നെയാണെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതാണ് അവരുടെ മെനു. നല്ല രസമല്ലേ? ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ 4 സെറ്റ് ഇതുപോലെ 4 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ റൂമുണ്ട്. ആ റൂം വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നല്ല കംഫർട്ട്, നല്ല സെറ്റിങ്, നല്ല ആംബിയൻസ് കേട്ടോ. ഇതിലിപ്പോൾ ആകെയുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. നമ്മളിപ്പോൾ എത്തിയത് അറൗണ്ട് ഒരു 11-15 ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ടൈം വന്നിരുന്നത് ഒരു 15 to 20 minutes അത്രയായിരുന്നു നമ്മളുടെ വെയിറ്റിംഗ് ടൈം. ബട്ട് നമ്മൾ ഫുഡ് കഴിച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും താഴെയുള്ളവരുടെ വെയിറ്റിംഗ് ടൈം നമ്മളവിടെ ഉള്ളപ്പോൾ പറഞ്ഞിരുന്നത് 2 hours 3 hours ഒക്കെ ആണെന്ന്. അപ്പോൾ നിങ്ങൾ സീസൺ ടൈമിൽ പോവുകയാണെങ്കിൽ ആ ടൈമിൽ പോയിക്കോളൂ. roasted garlic chicken pizza. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ വെച്ച് കോരമണ്ടലിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. കാരണം നല്ല നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ചൂടിനെക്കാട്ട് കൂടുതൽ പുഴുക്കാണ്. സോ അതാണ് ഭയങ്കര ടയേർഡാവും നമ്മൾ വേഗം. അപ്പോൾ ഇപ്പം 4:45, നമ്മളൊരു 5 മണിയാകുമ്പോൾ ഇറങ്ങും. ഈഡൻ ബീച്ചിലേക്ക് പോകണം. ഇന്ത്യാസ് വൺ ഓഫ് ദി ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ക്ലീനസ്റ്റ് ബീച്ച്. അപ്പോൾ എനിക്ക് കുട്ടീനെ ഒന്ന് കാണിക്കണം, കുട്ടിയുടെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് തൊടിയിക്കണം, എന്നിട്ട് ബീച്ചിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലീൻ ബീച്ചാണല്ലോ, അപ്പോൾ പിന്നെ അത് പറ്റും. കാർ പാർക്കിംഗ് ലെഫ്റ്റിലേക്ക് ഉണ്ട്. ഇവിടെ ലൈഫ് ഗാർഡ് ഓൺ ഡ്യൂട്ടി ഉണ്ട്. രണ്ട് പുറത്തും ഇവിടെ റെസ്റ്റോറൻറ്റ് മീൻസ് ഫുഡ് സ്റ്റോള്, അപ്പുറത്ത് ഇരിക്കാനുള്ള സ്ഥലം. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും, അപ്പുറത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതിന്റെ ഉള്ളിൽ പാർക്കിംഗ് റൂം അടക്കമുണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള ബീച്ച്. അതാ മറ്റേ പര എന്താ അമ്പോ അതെന്താ? ഓ, ടൈഡ് തുടങ്ങിയിട്ടുണ്ടാവും. ആ, നല്ല വൃത്തിയുള്ള ബീച്ച് കേട്ടോ. ടൈഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് അവന് കാല് കഴുകിക്കണം.
മതി. പോണ്ടിച്ചേരിയിലത്തെ ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ടൈമിങ് 6 മാക്സിമം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കയറ്റി വിടുക. നമ്മൾ കറക്റ്റ് 5:45 എത്തിയോണ്ട് കുട്ടീനെ ഒന്ന് ജസ്റ്റ് കാല് നനപ്പിക്കാൻ പറ്റും. ഇതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരും അവർ. പാരമീൻ, ക്രാബ്, പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, ഇത് അയല ആൻഡ് അങ്ങനെ ഇല്ലാണ്ട് ഇതുപോലെ അവർ ഫ്രൈ ചെയ്ത് തരും. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ്. ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ മാമലേറ്റും ജാംസൊക്കെ ഉണ്ട്. കണ്ടോ? ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. വാട്ടർമെലൻ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. കുട്ടിയാണെങ്കിൽ നല്ല മുഞ്ചിലും. ചിക്കൻ ആൽഫ്രെഡോ പാസ്ത. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ പോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 3 ദിവസം വ്ളോഗ്. 4ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ ഓവറോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ബേബീനെ വെച്ചിട്ട് നമ്മൾ ബേബീൻ്റെ കംഫർട്ട് നോക്കിയിട്ട് അധികം കുറേ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തത് നമ്മൾ നാട്ടിലേക്ക് പോണതും ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ്. ഹോപ്പ്ഫുള്ളി എനിക്ക് ഇടാൻ പറ്റും. വേഗം എഡിറ്റൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബേബീനെ വെച്ചിട്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി വേഗം ഇടാൻ പറ്റിയിട്ട്. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു.